ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രോതാക്കളെ അവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് കർത്താവിന്റെ തിരുവചനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവിൽ പ്രേരണ തന്ന ഒരു വാക്യം വായിച്ച് നമുക്ക് ചിന്തയിലേക്ക് കിടക്കാം. മത്തായിയുടെ സുവിശേഷം 22 അധ്യായത്തിൻ്റെ 29 വാക്യം. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 29. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു. വളരെ സുപരിചിതമായ തിരുവചന ഭാഗമാണല്ലോ നാം വായിച്ചു കേട്ടത്. തിരുവെഴുത്തുകളെ തിരിച്ചറിയാതെ ദൈവശക്തിയെ ഗ്രഹിക്കാതെ മനുഷ്യന് തെറ്റുപറ്റുന്നു എന്ന് യേശു ക്രിസ്തു അസന്നിഗ്ധമായി പറഞ്ഞിരിക്കും. എല്ലാ കാലത്തും എല്ലായിടത്തും പറ്റുന്ന അബദ്ധം ഇതാണ്. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമുക്കറിയാമല്ലോ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഇത് തന്നെയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു അസന്നിഗ്ധമായി പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, 24 അധ്യായത്തിൻ്റെ 25 വാക്യം. അയ്യോ ദുഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇവിടെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമൊന്ന് ഓർത്തു നോക്കിക്കേ. ഈ പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണ പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ പോയ ആളുകൾക്ക് അവരെപ്പറ്റി കർത്താവ് അലിയോ ബുദ്ധിഹീനരേ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ വ്യാഖ്യാനിച്ചു കൊടുക്കണം. യേശുക്രിസ്തു തന്നെ അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. നമുക്ക് തുടർന്ന് ആദ്യ അധ്യായത്തിൽ തന്നെ 44 വാക്യം ഇങ്ങനെ പറയുന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. ഇത് ശിഷ്യന്മാരോട് യേശു പറയുന്ന വാക്യമാണ്. ഇവിടെയും ഈ തിരുവചനത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് ഗ്രഹിക്കാൻ കഴിയാതെ, അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ, തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ, ദൈവശക്തിയെ ഗ്രഹിക്കാതെ, ഓരോന്ന് കേട്ട് ഓരോന്ന് തോന്നുന്നതനുസരിച്ച് വിളിച്ചു പറഞ്ഞ് പഠിപ്പിച്ചും അത് പ്രചരിപ്പിച്ചും പോകുന്ന വല്ലാത്ത കഷ്ടം പിടിച്ചൊരു കാലഘട്ടത്തിലാണ് നാം വസിക്കുന്നത്. അതുകൊണ്ട് തിരുവചനത്തെ അതിൻ്റെ തനിമയിലും അതിൻ്റെ ശരിയായ അർത്ഥത്തിലും ഗ്രഹിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവമക്കളെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ തിരുവചനത്തിൻ്റെ യഥാർത്ഥ പൊരുൾ ഗ്രഹിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അധ്യാപകൻ പരിശുദ്ധാത്മാവ് തന്നെയാണ്. എനിക്ക് വളരെ വിനയത്തോടെ എൻ്റെ ശ്രോതാക്കളോട് പറയുവാനുള്ളത്, തിരുവചന സത്യങ്ങൾ തനിമയിൽ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ്റെയും വാക്ക് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾക്ക് ലഭിച്ച തിരുവചനം അത് വായിച്ച് ധ്യാനിക്കുക. അത് വായിച്ച് ധ്യാനിക്കുമ്പോൾ അതിന് മുൻപായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലർ പറയും, തേരിൽ യാത്ര ചെയ്ത ഷണ്ണൻ പറയുകയാണ്, ഇത് ആരെങ്കിലും ഒന്ന് പൊരുൾ തിരിച്ചറിയാതെ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചപ്പോൾ പീലിപ്പോസ് കയറിയിരുന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തില്ലേ, അപ്പോഴല്ലേ പുള്ളിക്ക് കാര്യം മനസ്സിലായത് എന്ന്. അത് ശരിയാണ്. ആത്മാവ് നയിക്കുന്ന, ആത്മാവിലെ നിയന്ത്രണമുള്ള, ആത്മാവിലെ നടത്തിപ്പുള്ള ദൈവഭക്തന്മാർ, ദൈവദാസന്മാർ തിരുവചനം വ്യാഖ്യാനിക്കുന്നത് കൃത്യമായി നമുക്ക് കേൾക്കാം, അത് ഗ്രഹിക്കാം. അതങ്ങനെ തന്നെയാണോ എന്ന് തിരുവചനത്തിലൂടെ പരിശോധിച്ച് ബോധ്യം വരുമ്പോൾ അത് അംഗീകരിക്കാം. അല്ലാതെ ഏത് പ്രമാണി പറഞ്ഞാലും ആവേശം കൊണ്ട് തുള്ളിച്ചാടുകയല്ല വേണ്ടത്. മറിച്ച് ശാന്തമായി ചിന്തിച്ച് വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നാമും സ്വയം പരിശോധന ചെയ്ത് പരിശുദ്ധാത്മാവിൽ ബോധ്യമാക്കുമ്പോൾ മാത്രമേ അത് സ്വീകരിക്കാവൂ, ഏറ്റെടുക്കാവൂ എന്ന് വളരെ വിനയത്തോടെ ഞാൻ ഈ ഭാഗത്ത് ഇവിടെ ഓർമ്മിപ്പിക്കണം. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 16 മുതലുള്ള ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിലൊരു സംഭവം കാണുന്നു. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, നിത്യജീവൻ പ്രാപിപ്പാൻ
ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ആ പദം ഒന്ന് ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. നല്ലവൻ ഒരുത്തനേയുള്ളൂ. ജീവനിൽ കിടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്നവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്നു പറഞ്ഞു. ഇവിടെ രണ്ട് ചിന്തകൾ നമുക്കുണ്ട്. ഒന്ന്, അവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. അതാരാണെന്ന് യേശു കർത്താവ് കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും അത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഒരു സംശയമില്ലാതെ മനസ്സിലാവും, അല്ലേ? അതിൻ്റെ കാരണം അത് വളരെ സ്പഷ്ടമാണ്. അതിനൊരു തെളിവ് കൂടി നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം തന്നെ 23-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നാം വായിക്കുമ്പോൾ കർത്താവ് തന്നെ പറയുന്നൊരു വാക്യമുണ്ട്. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്. യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണെന്ന് ഓർക്കണമേ. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥൻ തന്നെ. യേശു തന്നെ പറ്റി പറയുന്ന ഭാഗം നോക്കി. അതെ, നിങ്ങൾ നായകന്മാരെന്നും പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. എത്ര കൃത്യമായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അപ്പോൾ യേശു എന്നെ പിതാവെന്ന് വിളിക്കുന്ന ആ വൈരൂപ്യം നമ്മൾ ചിന്തിച്ചു നോക്കിക്കും. യേശു കർത്താവ് പറയാണ്, പിതാവ് ഒരുത്തനേ ഉള്ളൂ, സ്വർഗസ്ഥൻ മാത്രം. നമ്മളെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടുമെന്നൊരു വാക്യമുണ്ടല്ലോ. ഇന്നും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പലരും യേശപ്പച്ച യേശപ്പച്ച എന്ന് വിളിക്കുന്ന വിളി കേൾക്കുന്നില്ലേ? അത് പൈശാചികമാണ്, വചനവിരുദ്ധമാണ്, ഒരിക്കലും ദൈവം ചിന്തിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ കാര്യമാണ്. യേശു അപ്പച്ചനല്ല, യേശു നമ്മുടെ നായകനാണ്, ഗുരുവാണ്, കർത്താവാണ്, രക്ഷിതാവാണ്, വീണ്ടെടുപ്പുകാരനാണ്. അതെല്ലാം ശരിയാണ്. പക്ഷേ അപ്പനല്ല. അപ്പൻ ഒരുത്തനേ ഉള്ളൂ. യേശുവിൻ്റെയും നമ്മുടെയും അപ്പൻ ഒരുത്തൻ. അതല്ലേ ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ മറിയ കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും, നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവവുമായവൻ്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നു എന്ന് എൻ്റെ സഹോദരന്മാരോട് ചെന്ന് പറയുക എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നൊരു വാക്യമില്ലേ അവസാന ഭാഗത്ത്? കർത്താവ് പുനരുത്ഥാനം ചെയ്ത ശേഷം ഈ സഹോദരി അടുത്ത് വന്നപ്പോൾ കർത്താവ് ആ സഹോദരിയോട് പറയുന്നൊരു വാക്യമാണത്. അപ്പോൾ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഒറ്റ ദൈവമേ ഉള്ളൂ. യേശുക്രിസ്തുവിനും നമുക്കും ഒക്കെ ഒറ്റ ദൈവം. യേശുക്രിസ്തുവിനും നമുക്ക് ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ നിത്യപിതാവ് യഹോവയായ ഏക സത്യദൈവം. എബ്രായ ലേഖനത്തിലും ഈ വാക്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല, കൂടുതൽ വിശാലമായി പോകുമെന്നുള്ളത് കൊണ്ട്. സംശയമുള്ളവർ നേരിട്ട് ചോദിച്ചാൽ കൂടുതൽ വിശദീകരണങ്ങൾ ഈ വിഷയത്തിൽ നൽകുന്നതായിരിക്കും. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇവിടെ ഈ 19-ാം അധ്യായത്തില് ഈ മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്ന മറുപടി നമ്മൾ ശ്രദ്ധിച്ചല്ലോ. 6 കൽപ്പനകൾ കർത്താവ് അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ലല്ലോ, നമ്മൾ വായിച്ചു കേട്ടല്ലോ. അവിടെ കൃത്യമായിട്ട് യേശു കർത്താവ് 6 കൽപ്പനകൾ, അതായത് സർവശക്തനായ യഹോവയായ ദൈവം അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ജനത്തോട് സംസാരിച്ച ആ തിരുവചന ഭാഗങ്ങൾ ആയതിനു ശേഷം നിത്യനായ യഹോവയായ ഏക സത്യ ദൈവം തൻ്റെ വിരലുകൊണ്ട് 2 കൽപ്പനകൾ എഴുതി മോശയ്ക്ക് കൊടുത്ത ആ പ്രമാണങ്ങൾ, ആ കൽപ്പനകൾ, മോശ അത് കൽപ്പനകൾ ഉടച്ചു കളഞ്ഞപ്പോൾ വീണ്ടും രണ്ടാമതും ദൈവം തൻ്റെ വിരലുകൊണ്ട് 10 കൽപ്പനകൾ എഴുതി മോശയെ ഏൽപ്പിച്ച ആ 10 കൽപ്പനകൾ, അത് ദേവാലയത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കാൻ ദൈവം കൽപ്പിച്ച ആ കൽപ്പനകൾ നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങളിൽ 17 വരെയുള്ള വാക്യങ്ങളിലെ കൽപ്പനകൾ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. ആ കൽപ്പനകളിലെ മനുഷ്യ സംബന്ധമായ 6 കൽപ്പനകൾ ആണ് കർത്താവ് ഓർപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്.
യാതൊന്നിനെയും വിഗ്രഹം ഉണ്ടാക്കരുത്. യഹോവയുടെ തിരുനാമം വ്യർത്ഥം പ്രയോഗിക്കരുത്. ദൈവത്തിൻ്റെ ശബത്ത് വിശുദ്ധമായി ആചരിക്കുക. ഈ 4 കൽപ്പനകൾ ദൈവബന്ധിയായ കൽപ്പനകളാണ്. അതിനെപ്പറ്റി കർത്താവ് ഇവിടെ എടുത്തൊന്നും പറയുന്നില്ല. പക്ഷെ മാനുഷിക നിലയിൽ പിന്നീടുള്ള 6 കൽപ്പനകൾ കർത്താവ് എടുത്തു പറയുന്നുണ്ട്. ഈ കൽപ്പനകളാണ് അനുസരിക്കാൻ കർത്താവ് ആ മനുഷ്യനോട് പറയുന്നു. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നീ ഈ കൽപ്പന അനുസരിക്കണം, ഇതുപോലെ ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞതിന് അപ്പുറത്തേക്ക് പിന്നെ നമ്മൾ എന്താ ചെയ്യുക? യേശു കർത്താവിൻ്റെ വാക്കുകളെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ? ദൈവമകൻ ആ വാക്കുകളെ അതിൻ്റെ തനിമയിൽ, അതിൻ്റെ അതേ അർത്ഥത്തിൽ നമ്മൾ എടുക്കേണ്ടതല്ലയോ? ഇവിടെയാണ് ഗൗരവമായി ചിന്തിക്കേണ്ട ചില വിഷയങ്ങൾ കടന്നു വരുന്നത്. ഇന്ന് നമുക്കറിയാമല്ലോ, പുതിയ നിയമസഭയ്ക്ക് പ്രമാണങ്ങൾ ബാധകമല്ലെന്നും യേശുവിനെ രക്ഷകനായി കൈക്കൊണ്ടാൽ മാത്രം മതി, നിത്യജീവന് ധാരാളം മതി, പ്രവൃത്തി കൊണ്ടല്ല. അതുകൊണ്ട് പഴയ നിയമം നമുക്ക് ബാധകമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി പണ്ഡിതന്മാരെ നമുക്ക് കാണുന്നുണ്ട്. ഈ പൈശാചിക തട്ടിപ്പുകളെ ദൈവജനം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കടുത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് ദൈവസ്നേഹത്തിൽ വളരെ വിനയത്തോടെ ഞാൻ ഒരു മുന്നറിയിപ്പ് നൽകട്ടെ. കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഈ പറയുന്ന എൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതില്ല, എൻ്റെ വാക്കുകളല്ല, ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ തിരുവചന വെളിച്ചത്തിൽ ദൈവജനം അവലോകനം ചെയ്യണമേ എന്ന് വളരെ വിനയത്തോടും താഴ്മയോടും ഞാൻ അഭ്യർത്ഥിക്കുക. നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ താഴോട്ട് ചില വാക്യങ്ങൾ ദയവായി ഒന്ന് നമുക്ക് വായിച്ച് ശ്രദ്ധിക്കാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിനു വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. ആകയാൽ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഇവിടെ യേശുക്രിസ്തു പറഞ്ഞ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളി എങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല എന്ന് യേശുക്രിസ്തു സത്യം ചെയ്ത് പറഞ്ഞിരിക്കും. ഇവിടെ ആ ചെറിയ കൽപ്പന പോലും അഴിക്കാൻ നമുക്ക് അവകാശമില്ല. ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല. കർത്താവ് ആ 10 കൽപ്പനയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് അതുപോലെ അനുസരിക്കാൻ ഇന്നത്തെ എല്ലാ ദൈവജനവും ബാധ്യസ്ഥരാണ്. ഒരു സംശയവുമില്ല. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പാട് ദിവസം 24-ാം അധ്യായം വരുന്ന വരത്തേക്കും ഇതെല്ലാം അനുസരിച്ചേ പറ്റും. അന്നേരമാണ് ഇതെല്ലാം നിവൃത്തിയാവുകയുള്ളൂ. അതുവരെ നിവൃത്തിയായി എന്ന് പറയുന്നത് പൈശാചികമായ ഉപദേശമാണ്. ഈ നിവൃത്തിയായി എന്ന് പറയാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നൊരു വാക്യം നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിലെ 30-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ. അതായത് കർത്താവ് തന്നെ പറയുകയാണ്, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച ആത്മാവിന് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ യേശു ഇവിടെ നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാം നിവൃത്തിയായി, ഇനി കയ്യും കെട്ടിയിരുന്ന് അങ്ങ് സ്വർഗത്തിലേക്ക് പോയാൽ മതി എന്ന് പഠിപ്പിക്കുന്ന വിഡ്ഢികളായ ചില വേദപണ്ഡിതന്മാരുടെ വിവരക്കേട് സങ്കടത്തോടെ ഓർത്ത് എന്താ പറയുക എനിക്കറിയില്ല. വളരെ കൃത്യമായിട്ട് നോക്കൂ. അവിടെ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകൾ നിവൃത്തിയായി എന്ന അർത്ഥമേ ഉള്ളൂ. എല്ലാം പൂർത്തീകരിച്ചു, ഇനി ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളെല്ലാം സ്വർഗ്ഗത്തിൽ പൊക്കോളും എന്ന് കർത്താവ് പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കുന്ന വിവരക്കേട് മക്കളെ ഒരിക്കലും അംഗീകരിക്കരുത്. നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിച്ചു കേട്ടില്ലേ? സകലതും നിവൃത്തിയാകുവോളം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം അതിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ലെന്ന് യേശു കർത്താവ് സത്യം ചെയ്ത് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അതല്ലേ ഗൗരവമായി കാണേണ്ടത്? ഈ വേദപണ്ഡിതന്മാരെന്ന് ഭാവിക്കുന്ന അഹങ്കാരികളും ധിക്കാരികളുമായ കൾട്ടിന്റെ ഉടമസ്ഥന്മാർ പൈശാചികമായി കെട്ടുകളിയാകപ്പെട്ട് ബന്ധിക്കപ്പെട്ട വിവരദോഷികൾ പറയുന്ന വിവരക്കേട് കേട്ട് അത് അച്ഛനെ വിഴുങ്ങാതെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് സത്യമേതെന്ന് തിരിച്ചറിഞ്ഞ് സത്യത്തിനോട് നിൽക്കാൻ
ഈ ശ്രോതാക്കളെ വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അബദ്ധം പറ്റരുതേ. അബദ്ധം പറ്റിയാൽ പിന്നീട് നമുക്ക് വിലപിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. തന്നെയുമല്ല, നമ്മൾ തുടർന്ന് ഈ 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ തുടർന്നുള്ള വാക്യത്തിൽ 21-ാം വാക്യത്തിൽ കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൊല ചെയ്യരുതെന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യരാകുമെന്നും പൂർവികന്മാർ അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യന്. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. ദൈവമക്കളെ, ഈ വാക്യം, യേശു പറഞ്ഞ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്ത് കുറ്റം, എന്ത് കുറവ് നമ്മുടെ സഹോദരനിൽ കണ്ടാലും നമ്മൾ അവനോട് അരിശപ്പെടുകയോ മൂഢ എന്ന് വിളിക്കുകയോ നിസ്സാര എന്ന് കാണുകയൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പറയുന്ന വാക്കല്ല. അതുകൊണ്ട് കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ ഒറ്റ വാക്കിൽ ആളുകളെ കുത്തി കൊലപ്പെടുത്തുക അല്ലെങ്കിൽ വെട്ടി കൊലപ്പെടുത്തുക ചെയ്യുന്ന വിഷയം മാത്രമല്ല, വാക്കുകൊണ്ട് വേദനിപ്പിച്ചാൽ പോലും അത് കൊലയ്ക്ക് തുല്യമാണ് എന്ന് കർത്താവ് ഇവിടെ അസന്നിഗ്ധമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏത് തരത്തിലായിരിക്കണമെന്ന് ഗൗരവമായി അവലോകനം ചെയ്യണം. ഞാൻ പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കാറുള്ളൊരു കാര്യം, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ദൈവമക്കളായ എല്ലാവരും പലവട്ടം വായിച്ച് കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ച് എല്ലാവരും കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കുവാൻ അതിലെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കി വയ്ക്കും. എല്ലാ 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് കൃത്യമായി ഒരു ദൈവപൈതലിൻ്റെ മാഗ്നക്കാപ്പ് സകല അത്യാവശ്യമുള്ള കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ഈ 5, 6, 7 അധ്യായങ്ങളിൽ ഉണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക. അതിലൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു നീണ്ടുപോകുമെങ്കിലും ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ, കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമെല്ലാം സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. അത് ആ വാക്യത്തിൻ്റെ അർത്ഥം എന്തുവാ? കർത്താവെ കർത്താവെ തുള്ളിച്ചാടി കുറേ നേരം സ്തോത്രം ചെയ്ത് ഉറക്കെ അലറി ഹല്ലേലൂയായും സ്തോത്രവും പറഞ്ഞ് ഡാൻസ് ചെയ്ത് ബഹളം ഉണ്ടാക്കി ഓടി നടന്ന് ബഹളം ഉണ്ടാക്കിയാലൊന്നും ദൈവം പ്രസാദിക്കുകയില്ലെന്ന് കർത്താവായ യേശുക്രിസ്തു കൃത്യം പറഞ്ഞിരിക്കുകയാണ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്, യേശുക്രിസ്തു പറയാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഞാൻ പറയുന്ന വാക്യമല്ലല്ലോ ദൈവമക്കളെ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നമ്മൾ വായിച്ചത്. 22-ാം വാക്യം കൂടെ നോക്കി, കർത്താവെ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വലിയ പ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളുകളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്തു പറയും. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീഴുപണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. അപ്പോൾ വചനം കേൾക്കുക മാത്രമല്ല, വചനം അനുസരിക്കുക കൂടി ചെയ്താലേ നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ പറ്റും. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഒത്തിരി വീര്യപ്രവൃത്തികൾ ചെയ്യുകയും അത്ഭുതങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഒത്തിരി സ്തോത്രം ചെയ്തു ഹല്ലേലൂയ പറഞ്ഞു ആടെ ഓടെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു വിശേഷവും ഇല്ലെന്ന് മനസ്സിലായോ? അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. സ്വർഗസ്വനായ പിതാവിൻ്റെ തിരുവിഷ്ടം ചെയ്യുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ കിടക്കൂ എന്ന് യേശു കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സഭായ യോഗങ്ങളിലൊക്കെ കാണുന്ന ആട്ടും കൂത്തും കുറേ പാട്ടുപാടി കുറേ ബഹളം വെച്ച് അങ്ങനെ അങ്ങ് പോയാൽ എന്തോ നടക്കുമെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുതേ. പാട്ട് പാടുമ്പോൾ പാട്ടിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് ധ്യാനിച്ച് ചിന്തിച്ച് അർത്ഥമുള്ള പാട്ടുകൾ പാടണം. ഇപ്പോഴത്തെ പാട്ടൊക്കെ എല്ലാം മനുഷ്യൻ രോമാഞ്ചം കൊള്ളിക്കാനും ഇക്കിളിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും, പണ്ടത്തെ ഗാനമേളയ്ക്ക് പോയി സന്തോഷിക്കുന്ന ആസ്വദിക്കുന്നത് പോലെ ആസ്വദിക്കാനുള്ളൊരു വേദി മാത്രമാക്കി അധപ്പതിപ്പിച്ച ഇന്നത്തെ നേതാക്കന്മാരെ ഓർത്ത് സങ്കടപ്പെടുവാനല്ലാതെ എന്തു പറയാൻ. ഞാൻ ആ ഭാഗത്തേക്ക് മധ്യം കടക്കുന്നില്ല. അപ്പോൾ കൽപ്പനകൾ ദൈവം, പിതാവായ ദൈവം തൻ്റെ വിരലുകൊണ്ട് കൽപ്പനകൾ എഴുതി നമുക്ക് തന്നിട്ടുള്ള
ആ കൽപ്പനകൾ 10 പുറപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിലെ 2 മുതൽ 17 വാക്യങ്ങളും ആവർത്തന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിലെ 6 മുതലുള്ള വാക്യങ്ങളും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ എത്ര ഗൗരവമേറിയതാണെന്ന് ചിന്തിച്ച് ആ കൽപ്പനകൾ മുഴുവൻ അതുപോലെ പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അത് അവഗണിക്കരുതേ, അവഗണിക്കരുതേ, അവഗണിക്കരുതേ. വളരെ ഗൗരവത്തോടെ കണ്ട് അത് പഠിച്ച് മനസ്സിലാക്കി ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ആ ഭാഗം തൽക്കാലം ഇടപെടുകയാണ്. നമ്മുടെ കുറിവാക്യം, നാം വായിച്ച വാക്യം ഇതാണല്ലോ. യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകും. അപ്പോൾ ആ തിരുവഴുത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ തന്നെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 19-ാം അധ്യായത്തിലെ മത്തായിയുടെ സുവിശേഷം തന്നെ 19-ാം അധ്യായത്തിൽ നമ്മൾ കേട്ട വാക്യമുണ്ടല്ലോ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ കൽപ്പനകൾ വളരെ ഗൗരവമേറിയ വിഷയമാണ്. അത് കർത്താവ് 6 കൽപ്പനകൾ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ കൽപ്പനകളും അതിൻ്റെ ആഴങ്ങളും നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത പാർട്ടിൽ ചിന്തിക്കാൻ ദൈവം ഇടയാക്കട്ടെ. അത് വലിയ വിഷയത്തിന് വേണ്ടി ദൈവജനം വളരെ ശക്തമായി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളോട് ഇടപെടുവാനും നമുക്ക് നിത്യത എന്ന ഏക ലക്ഷ്യം അതായിരിക്കണം നമ്മുടെ പരമലക്ഷ്യം. ഇവിടെ ആ തിരുവഴുത്തുകളെയും ദൈവശക്തി നമുക്ക് ഒത്തിരി പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒരു ഭാഗമാണ്. അതൊക്കെ നമുക്ക് ദൈവം അനുവദിച്ചാൽ അല്പം കൂടി ആഴത്തിൽ ചിന്തിക്കാൻ ഇടയാകട്ടെ. ദൈവജനം ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അടുത്ത ദിവസം നമുക്ക് ഈ കൽപ്പനകളിലെ ആഴങ്ങളിലേക്ക് കിടക്കാൻ ദൈവം സഹായിക്കട്ടെ. കൽപ്പനകൾ ഓരോന്നായി വിശദമായി പഠിക്കാനും ചിന്തിക്കാനും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.